നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും ഇതുവരെ ചെയ്ത പരിശ്രമങ്ങളൊക്കെ പതുക്കെ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികം, ജോലി, കുടുംബം, അതുപോലെ തന്നെ പിന്തുണ ഇവയൊക്കെ ഒത്തുചേർന്ന് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഏതോ ഒരു ആശയത്തെ നടപ്പിലാക്കാനായിട്ട് പലരും വളരെയധികം തിടുക്കം കാണിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് പലരും ഇപ്പോൾ വളരെയധികം ആവേശം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക എന്ന്. എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇവിടെ ഈ ഒരു സമയം ഏത് കാര്യവും വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലോ തർക്കങ്ങളിലോ ഒക്കെ ഈ ഒരു സമയം ചെന്ന് അകപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ അവിടെയും നന്നായിട്ട് ആലോചിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ വീണ്ടും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമോ ജോലിയോ അവസരങ്ങളോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. അപ്പോൾ അതുമൂലം നിങ്ങളിൽ ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള നഷ്ടബോധം, സങ്കടം ഇവയൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ ശക്തമായിട്ട് തന്നെ തിരിച്ച് നിങ്ങൾക്കരികിലേക്ക് വന്ന് ചേരുമെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും മുമ്പുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സങ്കടങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു. നിങ്ങളിൽ പലരും നിങ്ങളുടെ അത്തരം സങ്കടകരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ ഉള്ളിലൊതുക്കിയായിരിക്കാം മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ നിങ്ങളിൽ പലരിലേക്കും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അത്തരം ചിന്തകളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളിൽ പലരും പ്രപഞ്ചത്തിൽ വളരെയധികം വിശ്വാസം അർപ്പിച്ച് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരു പൂർണ്ണത കൈവരാൻ വേണ്ടി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പലരും കാത്തു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വളരെയധികം ആവേശത്തോടെ, പ്രതീക്ഷയോടെയൊക്കെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുന്ന അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാവും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തിക സമൃദ്ധി വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവരെ നിങ്ങൾക്ക് സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ എവിടെ നിന്നൊക്കെയോ നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും കടമായിട്ട് വാങ്ങിയ പണം തിരികെ ലഭിക്കുന്നതാവാം. പലർക്കും എന്തെങ്കിലും ലോണുകളൊക്കെ അനുവദിച്ച് കിട്ടുന്നതാവാം. എന്തായാലും ഇവിടെ നേട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങളിൽ പലരും എത്തി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും പല വിധത്തിലുള്ള കഴിവുകളുമുള്ള വ്യക്തികളായിരിക്കാം. എന്നാൽ നിങ്ങളിലെ ആ ഒരു കഴിവിൽ ഒരു അസൂയ തോന്നി ആരെങ്കിലുമൊക്കെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തത് മൂലം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും കിട്ടാത്തത് മൂലം നിങ്ങളിൽ പലരും നിങ്ങളിലെ അത്തരം കഴിവുകളെ ഉപേക്ഷിക്കുകയോ നിർത്തിവെക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം
പലരും നിങ്ങളിലെ അത്തരം കഴിവുകളെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന, നല്ല രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, വളരെയധികം ക്ഷമയോടെ ആ ഒരു കഴിവിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് നന്നായിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു കഴിവിനാൽ നിങ്ങൾക്കൊരു ഉയർച്ച വന്ന് ചേരുമെന്ന്. അതുപോലെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോഴൊരു ഏകാന്തത വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിലവിലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമാധാനവും നിങ്ങളുടെ മാനസിക ശക്തിയുമൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒരു ഏകാന്തത നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ പലരും വളരെ വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ മുമ്പ് ചിന്തിക്കാതെ ആലോചിക്കാതെയൊക്കെ പലതും പറയുകയും പ്രവർത്തിക്കുകയും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പലതും തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് പല കാര്യങ്ങളിലും വേണ്ട രീതിയിലുള്ള ഒരു ആലോചന നിങ്ങൾക്ക് ഇല്ലാത്തതിനാൽ പലതരത്തിലുള്ള അബദ്ധങ്ങളും തെറ്റുകളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇനി എന്ത് കാര്യവും നന്നായിട്ട് ആലോചിച്ച് മാത്രമേ പറയുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ എന്ന്. ഇവിടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന, സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട്. പലർക്കും വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള ആ ഒരു സ്നേഹവും കരുതലും സംരക്ഷണവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് എല്ലാ സഹായവും പിന്തുണയും നൽകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.